ചെയ്ത തെറ്റുകൾ തിരുത്താനോ പ്രായശ്ചിത്തം ചെയ്യാനോ ഈ നിമിഷത്തിൽ കഴിയുമെങ്കിൽ എത്രയും വേഗം അങ്ങനെ ചെയ്യുക. വിനയമുള്ള വ്യക്തി ഒരിക്കലും ഒരു അഹങ്കാരി ആയിരിക്കില്ല. ജീവിത സാക്ഷാത്കാരത്തിൻ്റെ യഥാർത്ഥ ലക്ഷണമാണ് വിനയം. നന്നായി കുരക്കുന്ന ഒരു നായ നല്ല നായ ആയിരിക്കില്ല. നന്നായി സംസാരിക്കുന്ന ഒരുവൻ നല്ല മനുഷ്യനായിരിക്കണം എന്നില്ല. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ചിന്തയ്ക്ക് പരിധി നിശ്ചയിക്കുകയാണെങ്കിൽ അതിനപ്പുറമുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. ചീത്ത സ്വഭാവം ഉള്ളവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ: 1. പകൽ ഒരു 10 മിനിറ്റ് ഉറങ്ങുന്നത് കൊണ്ട് നിങ്ങളുടെ ഊർജം ആത്മവിശ്വാസം കൂടും. 2. വെറുതെ ഇരുന്ന് ആലോചിച്ച് സ്വപ്നം കാണുന്നവർക്ക് പ്രശ്നപരിഹാരം കഴിവ് കൂടും. 3. അടങ്ങിയിരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് സ്വന്തം കലോറി ബേൺ ചെയ്യാൻ ഗുണം ചെയ്യും. 4. പ്രൊഡക്ടിവിറ്റി കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു. 5. പരദൂഷണം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാനസികമായി സുഖം ലഭിക്കും എന്നുള്ളതാണ്, പക്ഷേ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. സ്നേഹം ഒരിക്കലും ചോദിച്ചു വാങ്ങുന്നതിലൂടെ ലഭ്യമാകുന്നില്ല. അത് ലഭിക്കുന്നത് നൽകുന്നതിലൂടെയാണ്. ഒരു തരത്തിലുള്ള പാപങ്ങളും ചെയ്യാതിരിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്യുക. സ്വന്തം മനസ്സിനെ നിർമ്മലമാക്കുക. ഒരു വ്യക്തിയെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു യഥാർത്ഥ കാന്തം ലോകത്തുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പെരുമാറ്റവുമാണ്. എവിടെയൊക്കെയാണോ നീ തോറ്റുപോയത് എന്നു കരുതി നീ വിഷമിക്കേണ്ട. കറുത്ത കൽക്കരിക്ക് വെട്ടിത്തിളങ്ങുന്ന വജ്രമായി മാറുന്ന ഒരു സമയമുണ്ട്. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ്സ് കുറയുന്നില്ല. പങ്കുവെക്കപ്പെടുന്ന സന്തോഷവും അതുപോലെ തന്നെയാണ്. വിഷമിച്ചിരിക്കുന്ന ആളുകളെ സമാധാനിപ്പിക്കാനുള്ള വഴികൾ: 1. ഒരാളെ സമാധാനിപ്പിക്കാൻ ആദ്യം അവർ പറയുന്നത് കേൾക്കുകയാണ് ചെയ്യേണ്ടത്. മുഴുവൻ ശ്രദ്ധയും അവർക്ക് നൽകുക. 2. ഒന്ന് അവരെ കെട്ടിപ്പിടിക്കാം. അത് ആളുകൾക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നു. 3. അവരുടെ വികാരങ്ങളെ അംഗീകരിക്കുകയും സങ്കടം തോന്നുന്നത് വളരെ സ്വാഭാവികമാണെന്ന് അവരോട് പറയുകയും ചെയ്യണം. 4. അവരോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കുന്നത് അവരുടെ വിഷമം കുറക്കാൻ സഹായിക്കും. 5. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ അവരെ വിളിക്കുകയോ അവർക്ക് മെസ്സേജ് അയക്കുന്നതോ കൂടുതൽ ആശ്വാസം അവർക്ക് ലഭിക്കുന്നതാണ്. പ്രചോദനത്തിൻ്റെ ശക്തിയെ ഒരിക്കലും വിലകുറച്ച് കാണരുത്. അത് തകർന്നവരുടെ തത്സമയത്തെ മാറ്റും. ഇന്ന് നിങ്ങളെ എന്താണ് ദുഃഖിപ്പിച്ചത്? അത് നിങ്ങളെ നാളെ ശക്തനാക്കും. നിങ്ങളെ മനസ്സിലാക്കാത്തവർ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാവുകയില്ല. നിങ്ങളെ മനസ്സിലാക്കിയവർ ആരും തന്നെ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകുകയുമില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക. നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരവസരം തരും. നേരിടാനാവില്ല എന്ന് കരുതിയതിനെ നേരിടാൻ പഠിപ്പിച്ചതിനും മറക്കില്ലെന്ന് കരുതിയതിനെ മറക്കാൻ പഠിപ്പിച്ചതിനും ഒറ്റപ്പേരേയുള്ളൂ: സാഹചര്യം. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാവും, മനസ്സിലാക്കിയവർ അപൂർവവും. മറ്റുള്ളവരെ സഹായിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുക. മറ്റുള്ളവരുടെ മനസ്സിൽ ഉള്ളത് വായിച്ചെടുക്കാം എങ്ങനെയെന്നാൽ
ഒന്ന്, നിങ്ങൾ അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവർ നോട്ടം തരുന്നില്ലെങ്കിൽ എന്തോ കള്ളത്തരം ഉണ്ട്. അവർ ചിരിക്കുമ്പോൾ കണ്ണുകൾക്ക് ചുറ്റും ചുളിവ് വന്നിട്ടില്ലെങ്കിൽ അതൊരു അഭിനയച്ചിരിയാണ്. 2, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അയാൾ ഉയപ്പൻ മട്ടിലാണ് ഉത്തരം തരുന്നതെങ്കിൽ അയാൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല. 4, നിങ്ങളെ കണ്ടതിൽ സന്തോഷിക്കുന്ന ആളുകൾ നിങ്ങളുടെ നേരെ നിന്ന് കണ്ണിൽ നോക്കി സംസാരിക്കും. 5, നിങ്ങൾ പറയുന്നത് കേട്ട് ഒരാൾ എപ്പോഴും തല ആട്ടുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ അംഗീകാരം വേണമെന്നുണ്ട്. 6, നിങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾ കേൾക്കാൻ മുന്നോട്ട് ആഞ്ഞ് ഇരിക്കുവാനാണെങ്കിൽ അയാൾക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ താൽപ്പര്യമുണ്ട് എന്നാണർത്ഥം. ഇന്നലകളെ ഓർത്തുകൊണ്ട് ജീവിക്കരുത്. നാളെയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയുമരുത്. എന്നിൽ മാത്രം നിങ്ങളുടെ സർവ്വശ്രദ്ധയും കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് അനുവദിക്കരുത്. അത് സ്വന്തമാകുന്നത് ഒടുവിൽ വിലമതിക്കും. നീ അത് ചെയ്യാം, അതുമാത്രം. ഇപ്പോഴും അല്ലെങ്കിൽ വെറും കുറച്ചു ദിവസങ്ങളിൽ നിന്നും നിനക്ക് തിരിച്ചറിയും. ഒരു സ്ത്രീ അവളുടെ പങ്കാളിയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവളുടെ കൂട്ടുകാരനെയാണെന്ന് പഠനങ്ങൾ പറയുന്നു. അറിഞ്ഞുകൊണ്ട് ആരും തെറ്റിലേക്ക് എടുത്തു ചാടില്ല. പക്ഷേ അറിയാതെ തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ ആ തെറ്റ് തിരുത്താതിരിക്കുകയും പശ്ചാത്താപിക്കുകയും ചെയ്യാത്തവർ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തവരേക്കാൾ കുറ്റക്കാരായി മാറുന്നു. പോസിറ്റീവ് പ്രചോദനം ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ എന്നേക്കുമായി മാറ്റുന്നതാണ്. പ്രചോദനം സ്വയം കണ്ടെത്തുന്നതിനുള്ള ഒരു ഉറവിടം മാത്രമാണ് മോട്ടിവേഷണൽ സ്പീക്കറുകൾ. പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണർത്ഥം. ഒരാൾക്ക് ഈ ലോകത്ത് വെച്ച് ഏറ്റവും നൽകാവുന്നതിൽ ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങളിൽ ഒന്നാണത്. മൗനം ഒരു ഭാഷയാണ്. ചിലപ്പോഴൊക്കെ അതിനർത്ഥം ദേഷ്യമെന്നാണ്, ചിലപ്പോൾ സ്നേഹം എന്നും. ചില മൗനങ്ങൾ മടുത്തു എന്ന ഏറ്റുപറച്ചിലുകളാണ്. ഇടയ്ക്കൊക്കെ മൗനമെന്നാൽ നീ തന്നെ മിണ്ടിത്തുടങ്ങണം എന്ന വാശിയാണ്. മൗനത്തിന് ഇങ്ങനെ 1000 അർത്ഥങ്ങളാണ്. മനസ്സ് അറിയുന്നവർക്ക് എളുപ്പമായി വായിച്ചെടുക്കാൻ കഴിയുന്ന ലിപിയില്ലാത്ത ഭാഷയാണ് മൗനം. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏതു സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം.